ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എവിടെയാണെന്നുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് അത്തോളിട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മളെ ടീമിലെ എല്ലാവരും ഉണ്ട്. നമുക്ക് ഇന്ന് അത്തോളി മിയാമി കൺവെൻഷൻ സെൻറ്ററിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനു വേണ്ടി പോവാട്ടോ എല്ലാവരും രാവിലെ തന്നെ. പയ്യോളിയിൽ നിന്ന് ബസ് കയറി നമ്മൾ തിരുവങ്ങൂർ ഇറങ്ങി. ആടുന്ന് പിന്നെ ഓട്ടോയിലാണേ കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോയത്. ഇവിടെ ഇപ്പം എന്ത് പരിപാടി എന്നായിരിക്കില്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മളെ കേരളത്തിലെ മലബാർ ഏരിയയിലെ 7 ജില്ലകളുടെ CDS ചെയർപേഴ്സൺമാരുടെ സംഗമവും അതിനോടനുബന്ധിച്ചുള്ള ഒട്ടനവധി പരിപാടികളൊക്കെയാട്ടോ ഇന്ന് ഈ മിയാമി കൺവെൻഷൻ സെൻറ്ററിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ ഉദ്ഘാടന വേദിയിൽ ഫസ്റ്റ് മുദ്രാഗീതം അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു പാട്ടിന് നൃത്തം ചെയ്യുന്നത് നമ്മളെ ടീമാണ്. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ വന്നത്. ഇവർ ഈ കുരുത്തോല കൊണ്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊക്കെ കണ്ട സമയത്ത് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്താണ് അവിടെ സ്റ്റേജിൽ ഈ കുരുത്തോല കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിനെ. അപ്പോഴാണ് മനസ്സിലായത് ഇതിനു വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. കണ്ടോ, ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത്. നമുക്ക് ഈ ഒരു പൂവില്ലേ, കുരുത്തോല ഉണ്ടാക്കുന്ന ചേട്ടനില്ലേ, ഉണ്ടാക്കി തന്നതാട്ടോ. നല്ല അടിപൊളി റോസിലെ. നമ്മളെല്ലാവരും പയ്യോളിൽ നിന്ന് ബസ് കയറി തിരുവങ്ങൂർ ഇറങ്ങി ആടുന്ന് ഓട്ടോ കയറി കൺവെൻഷൻ സെൻറ്ററിൽ എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് തന്നെ വിജി ചേട്ടൻ അവിടെ എത്തിയിരുന്നു കേട്ടോ. 10 മണിക്ക് കറക്റ്റ് നമ്മളെ പരിപാടി പറഞ്ഞതുകൊണ്ട് വിജി ചേട്ടൻ എത്തിയ പാടെ മേക്കപ്പൊക്കെ തുടങ്ങിയതാണ്. ഇതിനു മുന്നേ നമുക്ക് കോഴിക്കോട് ഒരു ദേശീയ സരസ്മേള പരിപാടി വന്നിട്ടുണ്ടായിനെ. അപ്പോൾ അതിൽ ഒരു ദിവസവും നമ്മുടെയൊക്കെ പ്രോഗ്രാം ചാർട്ട് ചെയ്തതായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടി ഡാൻസും കാര്യങ്ങളൊക്കെ പഠിച്ച് ലാസ്റ്റ് അവസാനം ഘട്ട റിഹേഴ്സൽ വരെ കഴിഞ്ഞ സമയത്താണ് നമ്മളെ കാശ്മീരിൽ പ്രശ്നമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ക്യാൻസലായത്. അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് ഇവിടെ ഡാൻസ് അവതരിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അന്ന് പഠിച്ചു വെച്ച ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഇവർ വിളിച്ച സമയത്ത് നമ്മൾ വരിക ഉണ്ടായത് കേട്ടോ. നമ്മളെന്തായാലും അന്ന് പഠിച്ചതല്ലേ, അപ്പോൾ അതെവിടെയെങ്കിലും ഒന്ന് കളിക്കണമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇവർ ഫസ്റ്റ് വിളിച്ച സമയത്ത് നമുക്ക് ആർക്കും ലീവോ കാര്യങ്ങളോ ഒന്നും ഇല്ലേനു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നോ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് അവർ വീണ്ടും വിളിച്ചിട്ട് കേരളത്തിലെ 7 ജില്ലേൻ്റെ പരിപാടിയാണ്, മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഗംഭീര പരിപാടിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം, ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും കൂടി വന്നതാട്ടോ. അവിടെ എത്തിയ സമയത്താണ് നമ്മൾ അറിയുന്നത് ഇത്രയും വലിയൊരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു നമ്മൾ വേണ്ടാന്ന് വെക്കുക നോക്കി. കാരണം അത്രയും ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ കാണുകയാണ് ഓരോ ജില്ലേൻ്റെതും 7 ജില്ലേൻ്റെതും ബസ്സുകൾ, ഓരോ ജില്ലേൻ്റെ പേരെഴുതിക്കൊണ്ട് തന്നെ ബസ്സുകളും ട്രാവലറുകളൊക്കെ നിറച്ച ആൾക്കാരിങ്ങനെ അവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കന്നെ ആൾക്കാരും ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോലീസുകാരും പിന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഒരു ഗംഭീര ഫങ്ഷനായിരുന്നു അന്ന് അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ മണ്ടത്തരായി പോയെന്ന് നമ്മൾ പിന്നെ എല്ലാവരും പറഞ്ഞിനെ. നമ്മളെ നമ്മളെ ഓരോരുത്തരെയും വിജി ചേട്ടൻ അതിഗംഭീരമായിട്ട് ഒരുക്കി തന്നിട്ടോ. നമ്മളെല്ലാ പരിപാടിക്കും മേക്കപ്പും ഡ്രസ്സൊക്കെ ചെയ്യുന്ന വിജി ചേട്ടൻ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ 3 തവണയും സ്റ്റേറ്റിൽ മത്സരത്തിനൊക്കെ പോയിരുന്നു. ആ സമയത്തൊക്കെ വിജി ചേട്ടൻ തന്നെയാണ് കേട്ടോ നമ്മളെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ. നമ്മൾ ദേശീയ സരസ്മേളക്ക് പഠിച്ച ഡാൻസ് ആണെങ്കിൽ കൂടി പിന്നീട് അത് ക്യാൻസലായ സമയത്ത് നമ്മൾ പിന്നീട് ഒരു പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇവർ പെട്ടെന്ന് വിളിച്ച സമയത്ത് നമ്മൾ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ലേ. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഇവരോട് യെസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലേനു. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടം നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് നോക്കലും ഈ ഒരു കൈകൊണ്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ നടക്കുന്നത്. നമ്മൾ മന്ത്രി വരുന്നതിനെ കുറച്ച് സമയം മുന്നേ സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് വന്ന് നിന്നിനും. ആടെ നമ്മൾ ജസ്റ്റ് പാട്ടിങ്ങനെ ഓർത്ത് നോക്കിയിട്ട് ഏതൊക്കെയാണ് സ്റ്റെപ്പ് എന്നൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ ചെയ്യുന്നത്. കാണണം
അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ. അതും കഴിഞ്ഞ് കുറച്ച് റീൽസ് കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.